നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വാമി, വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? ദേവികയുടെ അച്ഛൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു. നല്ല ന്യൂസ് ആണല്ലോ. അടുത്തതും കൂടി കേട്ടിട്ട് തീരുമാനിക്കും. മനോഹരനെ ആശുപത്രിയിൽ എത്തിച്ചത് ആരാന്നറിയോ? നിരഞ്ജനും സിദ്ധും കൂടി. നിരഞ്ജനോ? അതെ. ഒരാപത്ത് വരുമ്പം ശത്രുതയൊക്കെ അങ്ങോട്ട് മറക്കില്ല. അത് അപകടമാണല്ലോ സ്വാമി. പറയാനുണ്ടാവും. മാഡത്തിന്റെ എതിരാളികൾ മുഴുവൻ ഒന്നിച്ചാല് മാഡത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? സൂക്ഷിക്കണം മാഡം. ശരിയാ, താൻ പറയുന്നതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കൂട്ടുകെട്ട് എത്രയും പെട്ടെന്ന് പൊളിച്ചു കളയണം. അതാണ് മാഡം ചെയ്യേണ്ടത്. സ്വാമിയുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? പെട്ടെന്നൊന്നും മനസ്സിൽ വരുന്നില്ല. ആലോചിക്കാം, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. സിദ്ധു ഒക്കെ അവരുടെ ഭാഗത്ത് വന്നപ്പോഴേ കേസ് ഞാൻ തോറ്റതാ. ഇപ്പൊ നിരഞ്ജനും കൂടിയായി. വിശാല് നേരത്തെ അവരുടെ കൂടെയുണ്ട്. സിദ്ധു, നിരഞ്ജൻ, വിശാൽ, പിന്നെ ശരവണൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ കൂടെയുണ്ട്. ഇപ്പുറത്തൊറ്റയ്ക്ക് ഞാനും. താൻ പറഞ്ഞതുപോലെ അവരൊന്നിക്കും മുമ്പ് അകറ്റാനുള്ള വഴി നോക്കണം. എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി. താൻ ഫോൺ വെച്ചു. ഡോക്ടർ അത് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. അത് നിങ്ങൾ മാത്രം മാറ്റി നിർത്തി സംസാരിച്ച് എന്നോട് നോണ പറയല്ലേ സിദ്ധു. എന്താണെങ്കിലും കുഴപ്പമില്ല, അത് എന്നോട് കൂടി ഒന്ന് പറ. അത് അച്ഛൻ്റെ ഒരു വശം തളർന്നു പോയെന്നൊരു സംശയം. ബോധം വന്നിട്ടും സംസാരിച്ചിട്ടില്ല. ചില കേസിൽ അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 24 മണിക്കൂർ ഒബ്സർവേഷൻ കഴിയണം. എങ്കിലേ ഒരു ഫൈനൽ തീരുമാനത്തിലെത്താൻ പറ്റൂ. ഞാനിങ്ങനെ സഹിക്കും സിദ്ധു. അതിനൊന്നും ഉറപ്പിക്കാനായിട്ടില്ലല്ലോ. ദേവികെ, നമുക്ക് നോക്കാം. നിങ്ങൾ എന്നോട് നോട് പറയാ. എന്താ ഇത്? ദേ നോക്ക്, അമ്മയടക്കമുള്ളവർക്ക് ധൈര്യം കൊടുക്കേണ്ടത് ദേവികയാണ്. താനിങ്ങനെ തളർന്നാലും തൽക്കാലം അമ്മയോടൊന്നും പറയണ്ട. മരുന്നൊക്കെ കൊടുത്തു തുടങ്ങിയല്ലേ ഉള്ളൂ. അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയാ വേണ്ടത്. ദേവികെ, ഞങ്ങളിപ്പോ വരാം. എന്താ ഡോക്ടർ പറഞ്ഞത്? ഒരു കുഴപ്പമില്ല. ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം. അതൊരു ഒബ്സർവേഷനില്ല.
അമ്മേ, അമ്മയ്ക്ക് വേണമായിരുന്നെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നില്ലേ? ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. വേണ്ട, അവിടെ ചെന്നാലും എനിക്ക് സമാധാനം കിട്ടില്ല. അമ്മേ, ഇടയ്ക്ക് ബോധം വന്നെന്ന് നേഴ്സ് പറയുന്നത് കേട്ടു. അപ്പൊ തന്നെ വീണ്ടും ബോധം പോയി. എന്നാലും ആരായിരിക്കും ശരത്തുമോനെ അത് ചെയ്തത്? അറിയില്ല അമ്മേ. ഇനി അത് തന്നെയാണോ കാരണമെന്ന് അറിയില്ലല്ലോ നമുക്ക്. ദേവിക പറയുന്നൊന്നും വിശ്വസിക്കണ്ട. അവക്ക് ഒരാത്മാർത്ഥതയില്ല ഒന്നിലും. അല്ലെങ്കിൽ ആശുപത്രിയാന്ന് പോലും നോക്കാതെ അവൾ ആ വക്കീലോട്ട് കൊഞ്ചു കൊഴയൂ. അത് ഞാൻ ശ്രദ്ധിച്ചു. അവരെയൊന്നും വിളിച്ചു വരുത്തേണ്ട ഒരാവശ്യമില്ലായിരുന്നു. വരുത്തിയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? അതുമില്ല. ഇതുപോലൊരവസ്ഥയിൽ സഹായിക്കാൻ ആരെങ്കിലും ഓടി വരുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? സിദ്ധു വന്നത് മനസ്സിലാക്കാം. നിരഞ്ജൻ എന്തിനാ വന്നത്? സുധിയേട്ടനെ കൊന്നവനവൻ. അവൻ ഒരു കാരണവശാലും വരാൻ പാടില്ലായിരുന്നു. സിദ്ധു വിളിച്ചിട്ട് വന്നതാവും. ഡോക്ടറാണല്ലോ. എന്ത് ഡോക്ടർ? അവസരം മുതലാക്കിയതമ്മേ. അല്ലെങ്കിലേ അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സുധിയേട്ടൻ മരിച്ച വാഹനാപകടം ഉണ്ടാക്കിയത് നിരഞ്ജനാണെന്ന് പകല് പോലെ വ്യക്തമാണ്. എന്നിട്ട് എന്താ ദേവിക്ക് ഇതുവരെ പരാതി കൊടുക്കായിരുന്നത്? അതവൾക്ക് വേറെ സംശയം ഉള്ളതുകൊണ്ടാ മോനെ. എന്ത് സംശയം? വെറുതെ നുണ പറയുക. അല്ലെന്ന് അവള് പറഞ്ഞത്. നിരഞ്ജനല്ലത്രേ യഥാർത്ഥ പ്രതി. പിന്നെ ആരാ? അത് അന്വേഷിച്ചോണ്ടിരിക്കുക. ഓ, അവൾക്ക് എന്തൊക്കെയോ സൂചനകളുണ്ട്. നിത്യയുടെ അച്ഛനും അതറിയായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് മതി പരാതി കൊടുക്കല്ലേ. സുധിയെ കൊന്നവരാരായാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. അതെ, അങ്ങനെ തന്നെ വേണ്ടത്. അതാണല്ലോ അതിന്റെ ശരി. അമ്മയ്ക്ക് കാപ്പി വല്ലതും വേണോ? വേണ്ട, ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ദേവിക, ഡോക്ടർ ഇറങ്ങുവാന്ന്. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, സിദ്ധുവും പോയിക്കോളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും സാരമില്ല. ഇവിടെ ഞാനുണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. നാളെ കോടതിയും കേസൊക്കെ ഉള്ളതല്ലേ, വെറുതെ ഉറക്കം കളയണ്ട. ഇനി ട്രിഗറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒബ്സർവേഷൻ കഴിയുമ്പോഴേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതൊരു ശുഭവാർത്തയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മളെന്താ ചെയ്യുക? അമ്മയോടും കൂടി ഒന്ന് പറഞ്ഞേക്കാം. വരും.